നമസ്കാരം കുട്ടികളെ. ഘടനാപരമായും ധർമ്മപരമായും ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശം. ഒരു ജീവിയുടെ ജീവനുള്ള ഏറ്റവും ചെറുതും സ്വയം വിഭജനശേഷി കാണിക്കുന്നതുമായ അസ്തിത്വമാണ് കോശം. ജീവൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് ഇവയെ വിശേഷിപ്പിക്കപ്പെടുന്നു. കോശത്തിനുള്ളിൽ പ്ലാസ്മ സ്തരത്തിനകത്ത് കാണപ്പെടുന്ന മർമ്മമൊഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ഇതിൽ സ്തരങ്ങളാൽ ആവരണം ചെയ്തിരിക്കുന്ന മുഖ്യ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. കോശത്തിനകത്തെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന ദ്രവമാധ്യമമായും കോശാംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഭാഗമായും കോശദ്രവ്യം പ്രവർത്തിക്കുന്നു. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവകണം അഥവാ പ്ലാസ്റ്റിഡ്സ്. സസ്യകോശത്തിലെ നിറമുള്ളതോ ഇല്ലാത്തതോ ആയ കണങ്ങളാണിവ. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഹരിതകണം ഇതിന് ഉദാഹരണമാണ്. ജൈവകണങ്ങൾ 3 തരമാണുള്ളത്: വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ് എന്നിവയാണവ. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വർണ്ണകണങ്ങളാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണകങ്ങളാണ് സാന്തോഫിൽ. ഇത് മഞ്ഞ നിറം നൽകുന്നു. മറ്റൊന്നാണ് കരോട്ടിൻ. ഇത് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നു. ആന്തോസയാനിനാണ് വേറൊന്ന്. ഇവ ചുവപ്പ്, പർപ്പിൾ നിറങ്ങളാണ് നൽകുന്നത്. ഇത്തരം വർണ്ണങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണുന്നു. നമുക്കറിയാം, ഓരോ പഴങ്ങളും വ്യത്യസ്തമാണ്. അതിൻ്റെ രുചിയിലും നിറത്തിലും മണത്തിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യസ്തത നമുക്ക് തിരിച്ചറിയാനാവും. ആപ്പിൾ ചുവന്ന കളറായും ഓറഞ്ച് നിറമായും മുന്തിരി പർപ്പിൾ കളറായും നമുക്ക് അനുഭവവേദ്യമാകുന്നതുകൊണ്ടാണ് അതിനെ നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചറിയാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള കളറുകളാണ് ഓരോ പഴത്തെയും വ്യത്യസ്തമാക്കുന്നത്. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു. അന്നജം പഞ്ചസാരയായി മാറുന്നു. അടുത്തതാണ് ജീവസ്തരങ്ങൾ. കോശത്തിന് ഒരു സ്തരാവരണമുണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്. കോശത്തിന് മാത്രമല്ല, മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്തരാവരണമുണ്ട്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങൾക്കും സ്തരാവരണമുണ്ട്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലും ഉള്ള പദാർത്ഥവിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്തരങ്ങൾ വർണ്ണതാരി സ്തരങ്ങൾ എന്നുകൂടി അറിയപ്പെടുന്നു.